തീർച്ചയായും രാകേഷ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഏറെ നിർണായകമായ പകലാണ് ഇന്നത്തെ ദിവസം എന്നുള്ളതാണ്. ഈ അപകടം എങ്ങനെ സംഭവിച്ചു, ഇത്ര വലിയൊരു ദുരന്തം അത് എങ്ങനെ സംഭവിച്ചു എന്നതിനെ കുറിച്ചുള്ള ഒരു പ്രാഥമികമായ ചിത്രം അത് ഇന്ന് നടക്കുന്ന അന്വേഷണത്തിലടക്കം ലഭിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. രാകേഷ്, നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഹമ്മദാബാദിലേക്ക് എത്തുകയാണ്. അതേസമയം തന്നെ അവിടെ ഉന്നതതല യോഗം ഇന്ന് ചേരുന്നുണ്ട്. പലതരത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ ഒരു വിഭാഗങ്ങളുടെ യോഗങ്ങൾ ചേരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി. ആര്യ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം ഡൽഹിയിൽ നിന്ന് തിരിക്കും. 7 മണിയോടുകൂടി ഡൽഹിയിൽ നിന്ന് പുറപ്പെടുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും 8:30 അഹമ്മദാബാദിലെത്തും. അഹമ്മദാബാദ് താവളത്തിൽ എത്തിച്ചേരും. അതിനുശേഷം ആശുപത്രി സന്ദർശിക്കും. പ്രത്യേകിച്ച് അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രിയിലാണ് 265 പേരുടെ മൃതദേഹമുള്ളത്. അവിടെ ആദ്യം പ്രധാനമന്ത്രി സന്ദർശിക്കും. അതിനുശേഷം ഈ അപകട സ്ഥലം നടന്ന വിമാനത്താവളത്തോട് ചേർന്ന് കിടക്കുന്ന മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലേക്കും ആ പരിസരത്തും പ്രധാനമന്ത്രി സന്ദർശനം നടത്തും. കാരണം അവിടെയാണ് ഈ വിമാനം ഇടിച്ചു കയറിയതും പിന്നീട് തകരുകയും ചെയ്തത്. മാത്രവുമല്ല, അവിടെ പരിശോധന അടക്കം തന്നെ നടക്കുന്നുണ്ട്. ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ പ്രധാനമന്ത്രി സന്ദർശനം നടത്തുകയും ചെയ്യും. അതിനുശേഷം അവിടെ ഒരു ഉന്നതതല യോഗവും ഇപ്പോൾ വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ മറ്റു നടപടിക്രമങ്ങളിലേക്ക് അടക്കം ഇനി കടക്കേണ്ടതുണ്ട്. കാരണം വിവിധ നാടുകളിൽ നിന്നുള്ള അല്ലെങ്കിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഈ അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. അവരെയൊക്കെ തന്നെ നാടുകളിലേക്ക് അല്ലെങ്കിൽ മൃതദേഹം അടക്കം കൊണ്ടുപോകേണ്ടതുണ്ട്. ഈ സാഹചര്യമൊക്കെ തന്നെ ഈ സംസ്ഥാന ഭരണകൂടം അടക്കം ചേർന്നുകൊണ്ട് വിലയിരുത്തുകയും ചെയ്യും. ഏതായാലും ഇതിന് ശേഷം ഒരു ഉന്നതതല യോഗം ഈ ഘട്ടത്തിൽ ഏതായാലും നരേന്ദ്രമോദി വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ അവിടെ ഉന്നതതല യോഗം നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും വ്യോമയാന മന്ത്രിയും ഒക്കെ തന്നെ അവിടെ എത്തിയിരുന്നു. ഈ രണ്ടുപേരും ഇപ്പോഴും അഹമ്മദാബാദിൽ ഉണ്ട്. വ്യോമയാന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ മേൽനോട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളൊക്കെ തന്നെ കൈക്കൊണ്ടുവരികയും ചെയ്യുന്നത്. ഏതായാലും പ്രധാനമന്ത്രി ഇന്നലെ തന്നെ കാര്യങ്ങളൊക്കെ തന്നെ ഏകോപനം ഒക്കെ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ നേരിട്ട് നടത്തുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ഏതായാലും 7 മണിയോടുകൂടി ഡൽഹിയിൽ നിന്ന് പ്രധാനമന്ത്രി അഹമ്മദാബാദിലേക്ക് തിരിക്കുകയാണ്. 8:30 അദ്ദേഹം അഹമ്മദാബാദിൽ എത്തിച്ചേരുകയും ചെയ്യും. ആര്യ. രാകേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. രാജ്യം കണ്ട ഏറ്റവും വലിയ രണ്ടാമത്തെ വിമാന ദുരന്തത്തിന്റെ നടുക്കത്തിലാണ് നാം ഓരോരുത്തരും ഉള്ളത്. ഏറ്റവും ഒടുവിൽ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്ന കണക്ക് എന്ന് പറയുന്നത് 265 പേർ കൊല്ലപ്പെട്ടു ഈ ദുരന്തത്തിൽ എന്നുള്ളതാണ്. 265 പേരുടെ മൃതദേഹങ്ങളാണ് ഇപ്പോൾ സിവിൽ ആശുപത്രിയിൽ എത്തിച്ചിട്ടുള്ളത് എന്നതാണ് കണക്ക്. അതിനപ്പുറം ഒരുപാട് പ്രദേശവാസികളെ അടക്കം കാണാനില്ല എന്ന തരത്തിൽ അവരുടെ ബന്ധുക്കളൊക്കെ പരാതി നൽകിയിട്ടുണ്ട്. പരിക്കേറ്റവരൊക്കെ ആശുപത്രികളിൽ കഴിയുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി അത്രത്തോളം വലുതാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും മരണസംഖ്യ ഇനിയും ഉയരാം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം. ഈ ബോയിങ് 787 ഡ്രീം ലൈനർ AI-171 എന്ന ഈ വിമാനം അത് എങ്ങനെ ഇരട്ട എഞ്ചിനുള്ള വിമാനമാണ്, ഒരേ സമയം ഈ 2 എഞ്ചിനുകളും ഒരേപോലെ തകരാറിലായോ, എങ്ങനെ അത് സംഭവിച്ചു എന്നുള്ള വലിയ ചോദ്യമാണ് അവശേഷിക്കുന്നത്. ഈ ദുരന്തത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രാഥമിക ചിത്രം ഇന്നത്തെ ദിവസം ഇന്നത്തെ അന്വേഷണത്തിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ ചുരുങ്ങിയത് ഒരു 11 അന്താരാഷ്ട്ര സർവീസുകളെങ്കിലും നടത്തിയിട്ടുള്ള ഒരു വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് എന്നുള്ളതാണ്. അതേസമയം തന്നെ രാകേഷ്, നമുക്കറിയാം അത്രത്തോളം പരിചയസമ്പന്നരായിട്ടുള്ള പൈലറ്റുമാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, ഈ വിമാനം നിയന്ത്രിച്ചിരുന്നത് എന്നത്. അതുകൊണ്ട് തന്നെയും അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു വീഴ്ച ആകാം എന്ന തരത്തിൽ ഒരു തരത്തിൽ നമുക്ക് ആ ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയാത്ത കൂടി ഉള്ള ഒരു സാഹചര്യമാണ് മുന്നിലുള്ളത്. അധികൃതർ അത്തരത്തിൽ തന്നെയല്ലേ പറയുന്നത്? പരിചയസമ്പന്നരായിരുന്നു പൈലറ്റുമാർ എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഇതിന്റെ ക്യാപ്റ്റൻ സുമീത് സബർവാൾ ആയിരുന്നു. അദ്ദേഹം ഏതാണ്ട് 8200 മണിക്കൂർ വിമാനം പറത്തി പരിചയമുള്ള വ്യക്തിയാണ്. ഒപ്പം തന്നെ കോ പൈലറ്റ് ഏതാണ്ട് 11000 മണിക്കൂർ വിമാനം പറത്തി എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അപ്പോൾ സ്വാഭാവികമായും വലിയ പരിചയസമ്പന്നരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്താണ് വീഴ്ച എന്ന് ഒരു ഘട്ടത്തിലും അധികൃതരൊന്നും തന്നെ പറഞ്ഞിട്ടുമില്ല, നമുക്ക് പറയാനും സാധിക്കില്ല. ഏതായാലും എന്താണ് അപകടം സംബന്ധിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഇനി വരും മണിക്കൂറിൽ അന്വേഷണത്തിൽ
അന്വേഷണത്തിന് ശേഷം മാത്രമേ വ്യക്തമാവുകയും ചെയ്യൂ. ഒപ്പം തന്നെ ബോയിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പരാതികൾ, പ്രത്യേകിച്ച് നേരത്തെ ബോയിങ്ങിന് ഇത്തരത്തിൽ സാങ്കേതിക തകരാറുള്ള വാഹനമാണ് അല്ലെങ്കിൽ വിമാനമാണ് ഈ ഡ്രീം ലൈനർ എന്ന് സംബന്ധിച്ച് നേരത്തെ തന്നെ ചില പരാതികളൊക്കെ തന്നെ ഉയർന്നിരുന്നതാണ്. അത് സംബന്ധിച്ച കാര്യങ്ങളും ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ന്യൂയോർക്ക് ടൈംസിൽ 2024 തന്നെ അത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ നേരത്തെ വരികയും ചെയ്യുന്നതാണ്. കാരണം ബോയിങ്ങിലെ മുൻ എഞ്ചിനീയറായിരുന്ന സാം സാലേഹോർ എന്ന് പറയുന്ന വ്യക്തി നേരത്തെ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന് ഒരു പരാതി നൽകിയിരുന്നു. കാരണം ഇതിൻ്റെ നിർമ്മാണത്തിലടക്കം ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ആ പരാതി. പ്രത്യേകിച്ച് 787 ഡ്രീം ലൈനറിനും ഒപ്പം തന്നെ ബോയിങ്ങിൻ്റെ 777 എന്ന വിമാനത്തിനുമൊക്കെ തന്നെ ഇത്തരത്തിൽ ചില അസാങ്കേതിക പിഴവുകളുണ്ട്, അപാകതകളുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അത്തരം പരാതികളൊക്കെ തന്നെ നൽകിയിരുന്നത്. പക്ഷേ അതൊന്നും തന്നെ മുഖവിലക്കെടുത്തില്ല എന്ന് സംബന്ധിച്ച് അന്ന് ചില റിപ്പോർട്ടുകളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നതാണ്. പക്ഷേ ഈ അപകടത്തിന് ശേഷം ഇപ്പോൾ അത് വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും അത്തരം കാര്യങ്ങളിലേക്കൊക്കെ തന്നെ ഇനി വരും ദിവസങ്ങളിൽ ചർച്ച പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ ഡ്രീം ലൈനറിന് ഈ പറയുന്ന പോലെ അതിൻ്റെ മുൻ എഞ്ചിനീയർ തന്നെ വെളിപ്പെടുത്തിയതുപോലെ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പിഴവുകൾ, നിർമ്മാണത്തിലടക്കം ചില സാങ്കേതിക പിഴവുകൾ ഉള്ള വിമാനമാണ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അന്വേഷണം കടക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആര്യ. രാകേഷ്, നമുക്കറിയാം, നമ്മൾ മലയാളികളെ സംബന്ധിച്ച് ഏറെ ദുഃഖകരമായി മാറിയത് ആ അപകടത്തിൽ ഒരു മലയാളി കൂടി ഉൾപ്പെട്ടു എന്നുള്ളതാണ്. പത്തനംതിട്ട പുല്ലാട് സ്വദേശി രഞ്ജിതയാണ് ആ അപകടത്തിൽ ജീവൻ നഷ്ടമായ ഒരാൾ. ഒരുപാട് സ്വപ്നങ്ങളുമായി ലണ്ടനിലേക്ക് കഴിഞ്ഞ വർഷമാണ് രഞ്ജിത ചേക്കേറിയത്. രഞ്ജിതയ്ക്ക് ഇവിടെ ഒരു ഗവൺമെൻറ് ആശുപത്രിയിൽ, താലൂക്ക് ആശുപത്രിയിൽ, കോഴഞ്ചേരി താലൂക്ക് ആശുപത്രിയിൽ ജോലി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ലീവ് എടുത്തുകൊണ്ടാണ്, ആദ്യം ഒമാനിലായിരുന്നു, ഒമാനിൽ നിന്ന് കഴിഞ്ഞ വർഷമാണ് ലണ്ടനിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് എല്ലാം മതിയാക്കി തിരിച്ച് നാട്ടിൽ എത്തി സെറ്റിലാകാനുള്ള ആ ഒരു സ്വപ്നവും വഹിച്ചുകൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു പേപ്പർ വർക്കിന് വേണ്ടിയിട്ടാണ് വീണ്ടും രഞ്ജിത നാട്ടിൽ നിന്ന് ലണ്ടനിലേക്ക് പറക്കുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ ഒരു വലിയ വിമാന ദുരന്തം ആ സ്വപ്നങ്ങളും ആ ഒരു ജീവനും എല്ലാം കവർന്നെടുക്കുന്നത്. രഞ്ജിതയുടെ സഹോദരൻ അഹമ്മദാബാദിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിച്ച വിവരം. അവിടെ ഇന്ന് DNA പരിശോധന നടക്കുകയാണ്. നേരത്തെ തന്നെ രാകേഷ് അത് സൂചിപ്പിച്ച കാര്യമാണ്. ഈ കൊല്ലപ്പെട്ടവരുടെ എല്ലാം ബന്ധുക്കൾ ഇന്ന് അവിടേക്കെത്തി ഈ DNA പരിശോധനയിൽ ഭാഗമാകുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി നമുക്ക് ഈ രഞ്ജിതയുടെ മരണം, ഈ നാട്ടിലേക്ക് മൃതദേഹം എപ്പോൾ എത്തിക്കാനാകും എന്നതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ ഈ ഘട്ടത്തിൽ രാകേഷ്? യെസ്, രാകേഷിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. രാജ്യം കണ്ട ഏറ്റവും വലിയ രണ്ടാമത്തെ വിമാന ദുരന്തത്തിൻ്റെ നടുക്കത്തിലാണ് നാം ഓരോരുത്തരും ഉള്ളത്. അതിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ നമുക്ക് 265 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള സ്ഥിരീകരിക്കാവുന്ന കണക്ക് മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. 265 പേരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ സിവിൽ ആശുപത്രിയിലുണ്ട്. അതിൽ 24 പേർ പ്രദേശവാസികളാണ്. അതേസമയം തന്നെ അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് അടക്കം 294 എന്നുള്ള കണക്കൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ട്. പക്ഷേ അത് നമുക്കിപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. എന്തായാലും ഇന്നത്തെ ഒരു ദിനം, ഈ പകൽ എന്ന് പറയുന്നത് ഏത് തരത്തിൽ ഈ അപകടം നടന്നു എന്നത് സംബന്ധിച്ചുള്ള ഒരു പ്രാഥമിക ചിത്രം ലഭിക്കുന്ന ദിവസമാണ്. അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഹമ്മദാബാദിലേക്ക് എത്തുന്നുണ്ട്. അതോടൊപ്പം മറ്റ് വിദഗ്ധ സംഘങ്ങളെല്ലാം ഇതിനോടകം തന്നെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. മറ്റ് പരിശോധനകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്ലാക്ക് ബോക്സ് നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ബ്ലാക്ക് ബോക്സ് പരിശോധിക്കുന്നതിലൂടെ പ്രാഥമികമായി നമുക്ക് ഇന്ന് തന്നെ എങ്ങനെ ഈ അപകടം സംഭവിച്ചു എന്നതിനെക്കുറിച്ചൊരു ചിത്രം കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യ കണ്ട രണ്ടാമത്തെ വലിയ വിമാന ദുരന്തമാണ് അഹമ്മദാബാദിലേത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തം 1996 നവംബർ 12-ന് ഹരിയാനയിലെ ചർക്കി ദാദ്രിയിലായിരുന്നു. അന്ന് വിമാനങ്ങൾ കൂട്ടിയിടിച്ച് 349 പേരാണ് മരിച്ചത്. 37 വർഷം മുൻപും അഹമ്മദാബാദ് വിമാനത്താവളത്തിന് സമീപം സമാനമായ വിമാന അപകടം ഉണ്ടായിട്ടുണ്ട്. കരിപ്പൂർ, മംഗലാപുരം വിമാന അപകടങ്ങളുടെ ഓർമ്മകൾ മലയാളികളുടെ മനസ്സിൽ ഇന്നും കെട്ടടങ്ങിയിട്ടില്ല.